നമസ്കാരം എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന ESAF സ്മാൾ ഫൈനാൻസ് ബാങ്കിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. കേരളത്തിലും ഒഴിവുകളുണ്ട്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ ഇതാണ് ESAF സ്മാൾ ഫൈനാൻസ് ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് പ്രവേശിച്ച് തന്നെ നമുക്ക് ഏറ്റവും മുകളിൽ തന്നെ കാണാം. മുകളിലത്തെ ടാബിലായിട്ട് ഇവിടെ 4ാമത്തെ സെക്ഷനായിട്ട് കരിയേഴ്സ് എന്നൊരു ബട്ടൺ ഇവിടെ കാണാം. ആ ഒരു കരിയേഴ്സ് എന്നൊരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ESAF സ്മാൾ ഫൈനാൻസ് ബാങ്കിൻ്റെ കരിയർ പേജ് നമുക്ക് ഇത്തരത്തിൽ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ESAF സ്മാൾ ഫൈനാൻസ് ബാങ്കിൻ്റെ കരിയർ പേജ് ആയിട്ട് വരുന്നത്. എന്തായാലും ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്കും അല്ലെങ്കിൽ ഈ ഒരു കരിയർ പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൂടെ നിങ്ങൾക്ക് അവിടെ നിന്നും അതിൽ പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ തന്നെ. അപ്പോൾ നമുക്കിവിടെ കാണാം കരിയേഴ്സ് എന്ന സെക്ഷനിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയും കറണ്ട് ഓപ്പണിങ്സ് എന്നൊരു സെക്ഷൻ. ഇവിടെ ഇടത് ഭാഗത്തായിട്ട് കറണ്ട് ഓപ്പണിങ്സ് എന്നൊരു സെക്ഷൻ ഇവിടെ കാണാം. ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. നമുക്കിവിടെ കാണാം കറണ്ട് ഓപ്പണിങ്സ് എന്ന് പറഞ്ഞ ഒരു സെക്ഷന് താഴെയായിട്ട് ക്ലിക്ക് ഹിയർ ടു വ്യൂ കറണ്ട് ഓപ്പണിങ്സ് എന്ന ഒരു റെഡ് കളറിലായിട്ട് ഒരു ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ലിങ്ക് ഇവിടെ കാണാം. ആ ഒരു ഹൈലൈറ്റഡ് ആയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇത്തരത്തിൽ പുതിയൊരു പേജ് ആയിരിക്കും നമുക്ക് ഓപ്പൺ ആയി വരിക. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ESAF സ്മാൾ ഫൈനാൻസ് ബാങ്കിൽ നിലവിലുള്ള കരിയർ ഓപ്ഷൻസിനെ കുറിച്ച് നമുക്ക് വിശദമായി പരിശോധിക്കാം. അപ്പോൾ മുകളിൽ നമുക്ക് ഇവിടെ കാണാം ജോബ് ഓപ്പണിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ താഴെ നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പേജിൽ പ്രവേശിച്ചതിന് ശേഷം ഏറ്റവും താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം ESAF സ്മാൾ ഫൈനാൻസ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് നിലവിലുള്ള ഓപ്പണിങ്സ് നമുക്ക് ഓരോ സെക്ഷൻ വൈസ് ആയിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. റീറ്റെയിൽ ആസറ്റ്, അതുപോലെ തന്നെ ബ്രാഞ്ച് ബാങ്കിങ്, അതുപോലെ തന്നെ അഗ്രി ബിസിനസ് തുടങ്ങിയിട്ടുള്ള നിരവധി 3 ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ടാണ് നിരവധി പോസ്റ്റുകളിലേക്കുള്ള ഓപ്പണിങ്സ് ആണ് ഇവിടെ നിലവിലുള്ളത്. അത്തരത്തിൽ ഇവിടെ നൽകിയിട്ടുണ്ട്. അത് റീറ്റെയിൽ അസറ്റിൽ 2 ഓപ്പണിങ്സ് എന്നാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അത്തരത്തിൽ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീറ്റെയിൽ അസറ്റ് എന്ന് പറയുന്ന ഇവിടെ 2 ഓപ്പണിങ്സ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം ഏരിയ സെയിൽസ് മാനേജർ പറഞ്ഞൊരു പോസ്റ്റിലേക്ക് തമിഴ്നാട്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ഛത്തീസ്ഗഡ്, കേരള തുടങ്ങിയുള്ള സ്ഥലത്തേക്ക് ഏരിയ സെയിൽസ് മാനേജർ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ സെയിൽസ് ഓഫീസർ പറഞ്ഞ പോസ്റ്റിലേക്ക് ബാംഗ്ലൂർ, ഡൽഹി, വിജയവാഡ, മൈസൂർ, പൂനെ, അതുപോലെ നാഗ്പൂർ, ഭോപ്പാൽ, ഇൻഡോർ, ജയ്പൂർ തുടങ്ങിയുള്ള സ്ഥലങ്ങളിലേക്കും ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ കേരള എന്ന് നൽകിയിരിക്കുന്ന ഈ ഒരു ഏരിയ സെയിൽസ് മാനേജറിൻ്റെ ഒരു ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇവിടെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അപ്പോൾ ഇത് പറയുന്ന ഏരിയ സെയിൽസ് മാനേജർ ആവശ്യം കേരളത്തിലേക്കും ആവശ്യമുണ്ട്. 4 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമുണ്ട് എന്നാണ് പറഞ്ഞത്. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് 4 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ഒരു ഡിഗ്രി പാസ്സായാലും മതി എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഏരിയ സെയിൽസ് മാനേജർ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം റൈറ്റ് സൈഡിലായിട്ട് അപ്ലൈ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എന്തായാലും മറ്റ് ഒഴിവുകൾ കൂടി പരിശോധിക്കാം. എന്തായാലും ഏരിയ സെയിൽസ് മാനേജർ പോസ്റ്റ് കേരളത്തിലും ഒഴിവുകളുണ്ടെന്നാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റ് ഒഴിവുകൾ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഇവിടെ തന്നെ നമുക്ക് റീറ്റെയിൽ അസറ്റിൽ തന്നെ മറ്റൊരു പോസ്റ്റ് ഇവിടെ കണ്ടത് സെയിൽസ് ഓഫീസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം ഇവിടെ 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ഈ പറയുന്ന പോസ്റ്റിലേക്ക് ആവശ്യം. അതായത് എലിജിബിലിറ്റി ഇവിടെ നൽകിയിട്ടുള്ളത് അതായത് പ്രൊഫൈൽ ഗ്രാജുവേഷനോ അല്ലെങ്കിൽ PGയോ ഡിഗ്രിയോ അല്ലെങ്കിൽ PGയോ പാസ്സായി 1 വർഷത്തെ സെയിൽസ് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ബാങ്കിങ് അല്ലെങ്കിൽ NBFC അല്ലെങ്കിൽ FMCG മേഖലയിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾക്ക് 1 വർഷത്തെ സെയിൽസ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാമെന്നാണ് നൽകിയിരിക്കുന്നത്. ഈ പോസ്റ്റ് നിലവിൽ കേരളത്തിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ബാംഗ്ലൂർ, ഡൽഹി, വിജയവാഡ, മൈസൂർ, പൂനെ, നാഗ്പൂർ, ഭോപ്പാൽ, ഇൻഡോർ, ജയ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇതിൻ്റെ ഒഴിവുകൾ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റു ഒഴിവുകൾ കൂടി പരിശോധിക്കാവുന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പേജിൽ നമുക്ക് കാണാം ബ്രാഞ്ച് ബാങ്കിങ് എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്ക് 18 ഓപ്പണിങ്സ് ആണ് ഇവിടെ കാണുന്നത്. ആ 18 ഓപ്പണിങ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ കാണാം സെയിൽസ് ഓഫീസർ കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന സ്ഥലങ്ങളിലേക്ക് സെയിൽസ് ഓഫീസർ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ടെല്ലർ കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ബ്രാഞ്ച് ഓപ്പറേഷൻസ് മാനേജർ കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, അതുപോലെ തന്നെ ടെല്ലർ വീണ്ടും പോണ്ടിച്ചേരി, ചെന്നൈ, കോയമ്പത്തൂർ, മധുരൈ, സെയിൽസ് ഓഫീസർ പോണ്ടിച്ചേരി, ചെന്നൈ, കോയമ്പത്തൂർ, തിരുനെൽവേലി, ഈറോഡ്, മധുരൈ, ബ്രാഞ്ച് ഓപ്പറേഷൻസ് മാനേജർ പോണ്ടിച്ചേരി, ചെന്നൈ, കോയമ്പത്തൂർ, തിരുനെൽവേലി, ഈറോഡ്, മധുരൈ, ബ്രാഞ്ച് ഓപ്പറേഷൻസ് മാനേജർ അത് ജംഷഡ്പൂർ, രാംഗഡ്, അതുപോലെ തന്നെ ഗോദ തുടങ്ങിയുള്ള സ്ഥലങ്ങളിലേക്കാണ്. ബ്രാഞ്ച് ഓപ്പറേഷൻസ് മാനേജർ അത് ബിലാസ്പൂരിലേക്കുള്ളതാണ്. ബ്രാഞ്ച് ഓപ്പറേഷൻസ് മാനേജർ ജബൽപൂർ, ഗ്വാളിയർ, റത്ലാം, ബീത്തൽ, അതുപോലെ തന്നെ സാഗർ, ചിന്ദ്വാര തുടങ്ങിയുള്ള സ്ഥലങ്ങളിലേക്കാണ് അത്. ബ്രാഞ്ച് ഓപ്പറേഷൻസ് മാനേജർ വീണ്ടും ഇവിടെ നൽകിയിരിക്കുന്നത് ഔറംഗാബാദ്, നാസിക്, അതുപോലെ തന്നെ അമരാവതി, കോലാപൂർ, പൂനെ, ബുൾദാന, അക്കോല, ബ്രാഞ്ച് ഇൻചാർജ് പോണ്ടിച്ചേരി, ചെന്നൈ, കോയമ്പത്തൂർ, തിരുനെൽവേലി, ഈറോഡ്, മധുരൈ, സെയിൽസ് ഓഫീസർ ട്രെയിനി വയനാട്, മലപ്പുറം, പാലക്കാട്. ഇവിടെ ശ്രദ്ധിക്കുക സെയിൽസ് ഓഫീസർ ട്രെയിനി എന്ന പോസ്റ്റ് വയനാട്, മലപ്പുറം, പാലക്കാട് തുടങ്ങിയുള്ള സ്ഥലങ്ങളിലാണ് ഒഴിവുകളുള്ളത്. ക്ലസ്റ്റർ ഹെഡ് ഹൈദരാബാദ്, ചെന്നൈ, അതിൻ്റെ ബ്രാഞ്ച് ഇൻചാർജ് അത് കേരളത്തിൽ ഒഴിവുകളില്ല. സെയിൽസ് ഓഫീസർ അതും വയനാട്, മലപ്പുറം, പാലക്കാട് എന്നീ മേഖലയിലേക്കാണ് അവർക്ക് വയനാട്, മലപ്പുറം, പാലക്കാട് തുടങ്ങിയുള്ള സ്ഥലങ്ങളിലേക്കാണ് അവർക്ക് ആവശ്യം. അടുത്ത ബ്രാഞ്ച് ഓപ്പറേഷൻസ് മാനേജർ അതും വയനാട്, മലപ്പുറം, പാലക്കാട് തുടങ്ങിയുള്ള സ്ഥലങ്ങളിലേക്കാണ്. ബ്രാഞ്ച് ഇൻചാർജ് അതും വയനാട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിലേക്കാണ്. അതുപോലെ തന്നെ ടെല്ലർ വേക്കൻസിയിലേക്ക് വയനാട്, മലപ്പുറം, പാലക്കാട് എന്നീ സ്ഥലങ്ങളിലേക്കാണ് അവർക്ക് ആളുകളെ ആവശ്യം.
അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ നിരവധി ഒഴിവുകൾ ഏതൊക്കെ സ്ഥലങ്ങളാണെന്ന് നോക്കി നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നിലവിൽ നമുക്ക് കേരളത്തിലുള്ള ഒഴിവുകൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ വേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് വന്ന് പരിശോധിക്കാവുന്ന ഈ പറയുന്ന ഡീറ്റെയിൽസ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നിലവിൽ കേരളത്തിലുള്ള ഒഴിവുകളുടെ ആ ഒരു പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഇവിടെ കാണാം സെയിൽസ് ഓഫീസർ വയനാട്, മലപ്പുറം, പാലക്കാട് എന്നാണ് അവിടെ നൽകിയത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം സെയിൽസ് ഓഫീസർക്ക് റിക്വയർഡ് എക്സ്പീരിയൻസ്, ഒരു വർഷത്തെ റിക്വയർഡ് എക്സ്പീരിയൻസ് ആണ് അവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്കിൽസിൻ്റെ അവിടെ ബിസിനസ് ഡെവലപ്മെൻറ്റ്, സെയിൽസ് അക്യൂമെൻ, പിന്നെ കസ്റ്റമർ സർവീസ് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു പോസ്റ്റിന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഡിഗ്രിയോ അല്ലെങ്കിൽ PG ഉണ്ടായിരിക്കും. മാത്രമല്ല ഒരു വർഷത്തെ സെയിൽസ് എക്സ്പീരിയൻസ്, ഈ പറയുന്ന ബാങ്കിങ്ങോ അല്ലെങ്കിൽ NBFCയോ അല്ലെങ്കിൽ FMCG പറഞ്ഞിട്ടുള്ള സെക്ടറുകളിൽ നിങ്ങൾക്ക് ഒരു വർഷത്തെ സെയിൽസ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഈസ് മാൻഡേറ്ററി, അതായത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് നിങ്ങളുടെ കഴിവ് ഉണ്ടായിരിക്കണമെന്നാണ് അവിടെ നൽകുന്നത്. അപ്പോൾ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഈ പറയുന്ന സെയിൽസ് ഓഫീസർ വയനാട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിലേക്കുള്ള സെയിൽസ് ഓഫീസർ പോസ്റ്റിലേക്ക് അവർക്ക് ആവശ്യം. നമുക്ക് അടുത്തൊരു പോസ്റ്റ് നമുക്ക് ഇവിടെ തന്നെ പരിശോധിക്കാവുന്നതാണ്. ബ്രാഞ്ച് ബാങ്കിങ് സെക്ഷനാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ കാണാം സെയിൽസ് ഓഫീസർ ട്രെയിനി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇവിടെ കണ്ടിരുന്നു. ഇതാ ഇവിടെയാണ് നൽകിയിരിക്കുന്നത് സെയിൽസ് ഓഫീസർ ട്രെയിനി. അത് വയനാട്, മലപ്പുറം, പാലക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോസ്റ്റിന് സെയിൽസ് ഓഫീസർ ട്രെയിനി പറഞ്ഞ പോസ്റ്റിന് വയനാട്, മലപ്പുറം, പാലക്കാട് എന്നീ സ്ഥലങ്ങളിലേക്ക് നടക്കുന്ന റിക്രൂട്ട്മെൻറ്റിലേക്ക് 0 years എന്നാണ് റിക്വയർഡ് എക്സ്പീരിയൻസ് നൽകിയത്. അപ്പോൾ ഫ്രഷേഴ്സിനെ അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു പോസ്റ്റാണ്. ഡിസ്ക്രിപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. റെസ്പോൺസിബിൾ ഫോർ ഇൻക്രീസിംഗ് ദി ബ്രാഞ്ച് സെയിൽസ് വോളിയം, അതുപോലെ എക്സെപ്ഷണൽ കസ്റ്റമർ സർവീസ് അക്വിസിഷൻ ഓഫ് ന്യൂ കസ്റ്റമർ ആൻഡ് ബിസിനസ് ഡെവലപ്മെൻറ്റ്, മസ്റ്റ് ഹാവ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഫോർ ഡോർ സ്റ്റെപ്പ് ബാങ്കിങ് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് നൽകിയത്. അപ്പോൾ എന്തായാലും സെയിൽസിൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സെയിൽസിൻ്റെ ഒരു എന്താ പറയുക, നിങ്ങളുടെ സെയിൽസിനോടുള്ള താല്പര്യമാണ് ഇവിടെ ആവശ്യമുള്ളത്. അപ്പോൾ സെയിൽസിൽ പ്രാവീണ്യമുള്ള ആളുകൾക്ക് സെയിൽസ് ഓഫീസർ ട്രെയിനി എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇവിടെ ആവശ്യപ്പെടുന്നുള്ള എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ സെയിൽസ് ഓഫീസർ ട്രെയിനി വയനാട്, മലപ്പുറം, പാലക്കാട് സ്ഥലങ്ങളിലേക്കാണ്. അവിടേക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ്റെ അവിടെ പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ നൽകിയില്ല. അപ്പോൾ എന്തായാലും ഡിഗ്രി തന്നെയായിരിക്കും എന്നുള്ള യോഗ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും സെയിൽസ് ഓഫീസർ ട്രെയിനി നമുക്ക് എന്തായാലും ഡിഗ്രി അല്ല ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ്റെ എവിടെയാണ് നൽകിയത്. അപ്പോൾ എന്തായാലും സെയിൽസിൽ താല്പര്യമുള്ള ആളുകൾക്ക് എന്തായാലും അപേക്ഷിക്കാൻ കഴിയുമെന്നാണ് ഇതിൽ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഇവിടെ ആവശ്യപ്പെട്ടില്ല. എന്തായാലും സെയിൽസ് ഓഫീസർ എന്ന പോസ്റ്റിന് ഡിഗ്രിയാണ് കണ്ടത്. അപ്പോൾ എന്തായാലും സെയിൽസ് ഓഫീസർ ട്രെയിനി എന്ന പോസ്റ്റിനും ഡിഗ്രി തന്നെയായിരിക്കും ആവശ്യമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നമുക്ക് മറ്റുള്ള ഒഴിവുകൾ കൂടി നമുക്ക് പരിശോധിക്കാവുന്നതാണ്. വീണ്ടും ബ്രാഞ്ച് ബാങ്കിങ്സ് എന്ന് പറയുന്ന അത് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 18 ഓപ്പണിങ്സിനോട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് വന്നതിൽ ഇവിടെ കാണാം. ഇനി ഏറ്റവും താഴെയായിട്ട് ഇവിടെ സെയിൽസ് ഓഫീസർ നേരത്തെ പരിശോധിച്ച ഒരു പോസ്റ്റാണ്, ഡിഗ്രിയാണ് നമ്മൾ ക്വാളിഫിക്കേഷൻ കണ്ടത്. ബ്രാഞ്ച് ഓപ്പറേഷൻസ് മാനേജർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. അതും വയനാട്, മലപ്പുറം, പാലക്കാട് എന്നീ സ്ഥലങ്ങളിലേക്ക് തന്നെയാണ്. അതിന് 2 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എലിജിബിലിറ്റി ഇവിടെ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ PG മാത്രമല്ല 2 വർഷത്തെ ബ്രാഞ്ച് ബാങ്കിങ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. സെയിൽസ് മാർക്കറ്റിംഗ് തുടങ്ങിയിട്ടുള്ള മേഖലയിൽ നിങ്ങളുടെ പ്രാവീണ്യം ഉണ്ടായിരിക്കണം. അപ്പോൾ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഈ പറയുന്ന ബ്രാഞ്ച് ഓപ്പറേഷൻസ് മാനേജർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. ഇനി നമുക്ക് മറ്റ് പോസ്റ്റുകൾ, കേരളത്തിലുള്ള മറ്റ് ഒഴിവുകൾ കൂടി നമുക്ക് പരിശോധിക്കാം. ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം ബ്രാഞ്ച് ഇൻചാർജ്. അത് വയനാട്, മലപ്പുറം, പാലക്കാട് തുടങ്ങിയുള്ള സ്ഥലങ്ങളിലേക്കാണ് ബ്രാഞ്ച് ഇൻചാർജ് പറഞ്ഞിട്ടുള്ള പോസ്റ്റ്. ഇത് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ കഴിയുക. ഇതിൻ്റെ എലിജിബിലിറ്റി ഇവിടെ നൽകിയിട്ടുണ്ട്. ഡിഗ്രി വേണം, അതുപോലെ തന്നെ 5 വർഷം ഡിഗ്രി അല്ലെങ്കിൽ PG ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് ബാങ്കിങ് ഓപ്പറേഷൻ, അതുപോലെ തന്നെ മാനേജിങ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ്, പിന്നെ മാത്രമല്ല നിങ്ങളുടെ എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ഇന്റർപേഴ്സണൽ സ്കിൽസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വേണം. ഒരു ടീം ബിൽഡ് ചെയ്യാനുള്ള ഒരു ടീം മാനേജ്മെൻറ്റ് സ്കിൽസും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന ബ്രാഞ്ച് ഇൻചാർജ് പോസ്റ്റിന് വേണ്ട ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും എല്ലാം ഇവർ നൽകിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലാണ് ആ ഒരു പോസ്റ്റിന് വേണ്ട ഡീറ്റെയിൽസ് അവിടെ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് കേരളത്തിൽ മറ്റൊരു പോസ്റ്റ് കൂടി നമ്മൾ കണ്ടിരുന്നു. ടെല്ലർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. അത് വയനാട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിലേക്കാണ്. അതിൻ്റെ ഡീറ്റെയിൽസിൽ കൂടി നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ കാണാം. ഈ ഒരു പോസ്റ്റിന് ടെല്ലർ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിന് 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വയനാട്, മലപ്പുറം, പാലക്കാട് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലേക്കാണ് അവർക്ക് ആളുകളെ ആവശ്യം. ഡിഗ്രി അല്ലെങ്കിൽ PG തന്നെയാണ് ഈ പറയുന്ന പോസ്റ്റിലേക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വാളിഫിക്കേഷൻ. 2 വർഷത്തെ എക്സ്പീരിയൻസ്, 2 വർഷത്തിൽ കൂടുതൽ 2+ years എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ പറയുന്ന ഫീൽഡ് ക്യാഷ് മാനേജ്മെൻറ്റിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് നൽകുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് ഈ പറയുന്ന ടെല്ലർ വാക്കൻസികൾ നിലവിലുള്ളത്. അത്തരത്തിൽ 18 ഓപ്പണിങ്സ് ആണ്, 18 പോസ്റ്റുകൾ വിവിധ സ്ഥലങ്ങളിലായിട്ടാണ് ഉള്ളത്. ഒഴിവുകൾ എത്രയാണെന്നത് കൃത്യമായി നൽകില്ല. എന്തായാലും നിരവധി ഒഴിവുകളുണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അത്തരത്തിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ കോയമ്പത്തൂർ ഒഴിവുകളുണ്ട്, അതുപോലെ തന്നെ കോയമ്പത്തൂർ, ചെന്നൈ, തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങളിലും ഒഴിവുകളുണ്ട്, ബാംഗ്ലൂർ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലും ഒഴിവുകളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പരിശോധിക്കുക. ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ പരിശോധിച്ച് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്ന കേരളത്തിലുള്ള ഒഴിവുകൾ മാത്രമാണ്. അപ്പോൾ അത്തരത്തിൽ ഇതിൽ കാണുന്ന ഏത് പോസ്റ്റിലേക്ക് വേണ്ടി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഡീറ്റെയിൽസ് ഓപ്പണായി വരുന്നതായിരിക്കും. ഇവിടെ ടെല്ലർ, പോണ്ടിച്ചേരി, ചെന്നൈ, മധുരൈ തുടങ്ങിയുള്ള സ്ഥലങ്ങളിലാണ്. അത്തരത്തിൽ ഇത് ഓപ്പണായി വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യുന്നൊരു ബട്ടൺ റൈറ്റ് സൈഡിൽ കാണാം. അത്തരത്തിൽ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി നമുക്കിവിടെ അഗ്രി ബിസിനസ് എന്നൊരു സെക്ഷനിൽ കൂടി ഒഴിവുണ്ട്, ഒരു ഓപ്പണിംഗ് എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം ഇത് സെയിൽസ് ഓഫീസർ തന്നെയാണ്. കോയമ്പത്തൂർ, വില്ലുപുരം തുടങ്ങിയുള്ള സ്ഥലങ്ങളിലേക്കാണ് ഇതിൽ പറയുന്ന ആളുകളെ ആവശ്യമായിട്ടുള്ള. അത് അഗ്രി ബിസിനസ് സെക്ടറിലേക്ക് സെയിൽസ് ഓഫീസറെയാണ് ആവശ്യം. അത് 1 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ആ ഒരു മേഖലയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്.
നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുമെന്നാണ് നൽകിയിരിക്കുന്നത്. ഡിഗ്രി ആണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഡിപ്ലോമക്കാർക്കും അപേക്ഷിക്കുമെന്നാണ് തോന്നുന്നത്. പക്ഷേ ഈ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണമെന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലാണ് നിങ്ങൾ ഇത് പറഞ്ഞിരിക്കുന്ന ഇത്തരത്തിലാണ് നിലവിൽ ഇവിടെയുള്ള ഒഴിവുകളുടെ കാര്യങ്ങൾ ഇവിടെ നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ 3 സെക്ടറായിട്ട് റീറ്റെയിൽ അസറ്റ്, ബ്രാഞ്ച് ബാങ്കിങ്, അഗ്രി ബിസിനസ്. അപ്പോൾ എന്തായാലും പാലക്കാട്, വയനാട്, മലപ്പുറം തുടങ്ങിയുള്ള സ്ഥലങ്ങളിലും ഒഴിവുകളുണ്ട്. സെയിൽസ് ഓഫീസർ ട്രെയിനിക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. ഇതിൽ കണ്ട പോലെ ഈ ബ്രാഞ്ച് ബാങ്കിങ് സെക്ടറിലാണ് നൽകിയത്. സെയിൽസ് ഓഫീസർ ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റിന് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഒന്നും അതായത് ക്വാളിഫിക്കേഷൻ ആവശ്യമുണ്ട്, അതല്ല എക്സ്പീരിയൻസ് ആവശ്യമില്ല എന്നാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സെയിൽസ് ഓഫീസർ ട്രെയിനിക്ക് അവിടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല. പക്ഷേ സെയിൽസ് ഓഫീസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിന് ഇവിടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് നൽകിയിരിക്കുന്ന ഡിഗ്രിയാണ്. അപ്പോൾ ഡിഗ്രി അല്ലെങ്കിൽ പി ജിയാണ്. അപ്പോൾ ഡിഗ്രിയുള്ള ആളുകൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റുള്ള ക്വാളിഫിക്കേഷൻസ് ഇവിടെ നിലവിൽ നൽകിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഡിഗ്രി യോഗ്യതയുള്ള ആളുകൾക്ക് തീർച്ചയായും അപേക്ഷിക്കാവുന്നതാണ്. കേരളത്തിലും ഒഴിവുകളുണ്ട് എന്നതിനാൽ കേരളത്തിലെ പാലക്കാട്, വയനാട്, മലപ്പുറം ജില്ലകളിലുള്ള ആളുകൾക്കും ഇനി എല്ലാ കേരളത്തിലെ മറ്റുള്ള സ്ഥലങ്ങളിലുള്ള ആളുകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് അത് അപേക്ഷിക്കേണ്ടത് എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഈ പറയുന്ന ബ്രാഞ്ച് ബാങ്കിങ് എന്ന ഭാഗത്ത് നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പറയുന്ന സെയിൽസ് ഓഫീസർ ട്രെയിനി എന്ന് പറഞ്ഞ പോസ്റ്റ് നമുക്കതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. വയനാട്, മലപ്പുറം, പാലക്കാട് എന്ന് കാണാം. അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം. എക്സ്പീരിയൻസ് ആവശ്യപ്പെടാത്തൊരു പോസ്റ്റാണ്, അതുകൊണ്ടാണ് ഞാനിത് ഓപ്റ്റ് ചെയ്തത്. ഇത് എല്ലാവർക്കും അപേക്ഷിക്കാൻ കഴിയുന്നൊരു പോസ്റ്റ് തന്നെയാണ്. ഡിഗ്രി തന്നെ ആയിരിക്കും യോഗ്യത എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം സെയിൽസ് ഓഫീസർ പോസ്റ്റിന് ഡിഗ്രി അല്ലെങ്കിൽ പി ജി ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സെയിൽസ് ഓഫീസർ ട്രെയിനി പോസ്റ്റിനും ആ ഒരു യോഗ്യത ആവശ്യമുണ്ടായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും അപേക്ഷിക്കാൻ നോക്കുക. ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിൽ, സെയിൽസ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് പ്രശ്നമല്ല. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർ പരിഗണിക്കും. സ്കിൽസ് ആവശ്യം ഇവിടെ പ്രത്യേകം നൽകേണ്ടത് സെയിൽസ്, മാർക്കറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയുള്ള സ്കിൽസാണ് ആവശ്യം. അപ്പോൾ എന്തായാലും ഏത് പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കേണ്ടത് അത്തരത്തിൽ ആ ഒരു പോസ്റ്റ് സെലക്ട് ചെയ്യുക. നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പേജ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് അപ്ലൈ എന്നൊരു ബട്ടൺ കാണാം. ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അപ്ലൈ എന്നൊരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ജോബ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടാബ് ഇവിടെ ഓപ്പൺ ആയി വരും. നമുക്ക് ഇവിടെയാണ് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നൽകേണ്ടത്. ഞാൻ ഇപ്പോൾ തൽക്കാലം ഇവിടെ ഒരു പേര് നൽകുകയാണ്. നിങ്ങളുടെ ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് തൽക്കാലം ഒരു പേര് നൽകുകയാണ്. അത്തരത്തിൽ നിങ്ങളുടെ പേര് ഇവിടെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. അത്തരത്തിൽ ഞാനിവിടെ ഒരു പേര് ഇവിടെ തൽക്കാലം എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾ ഇവിടെ നൽകേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾ ഇവിടെ നൽകുക. അത്തരത്തിൽ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം വീണ്ടും നെക്സ്റ്റ് എന്ന് നൽകുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു കോൺടാക്ട് നമ്പർ ഇവിടെ ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ നിങ്ങളിവിടെ നൽകുവാൻ ശ്രമിക്കുക. പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ ഫോൺ നമ്പർ നൽകിയതിന് ശേഷം പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. ഒരു ചാറ്റ് റൂം പോലെ ഒരു ചാറ്റിംഗ് ടാബാണ് ഇവിടെ ഓപ്പൺ ആയി വരിക. ഇവിടെ നിങ്ങളുടെ പേര് പ്രൊനൗൺസ് ചെയ്തുകൊണ്ട് അവർ കാര്യങ്ങൾ ഇവിടെ ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ നമുക്ക് കുറച്ച് വിവരങ്ങൾ ആവശ്യമുണ്ടെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് എന്ന രീതിയിലാണ് ഇവിടെ ഓപ്പൺ ആയി വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഷുവർ ലെറ്റ്സ് ഡു ദിസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ചോദിക്കുന്നുണ്ട് ചൂസ് ദ സ്കിൽസ് യു ആർ ഗ്രേറ്റ് അറ്റ്. അതായത് നിങ്ങളുടെ സ്കിൽസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. സെയിൽസ് ആണോ, മാർക്കറ്റിംഗ് ആണോ, കമ്മ്യൂണിക്കേഷൻ, അതല്ല നിങ്ങളുടെ സ്കിൽസ് വേറെ വല്ലതുമാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം ടിക്ക് മാർക്ക് നൽകിയതിന് ശേഷം നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ഞാൻ എന്തായാലും ഇപ്പോൾ തൽക്കാലം ഇവിടെ സെയിൽസ് ഓഫീസർ ട്രെയിനിയാണ് ഈ ഒരു പോസ്റ്റ്, അതുകൊണ്ട് ഞാൻ സെയിൽസ് എന്ന ഭാഗം സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാനിവിടെ സെയിൽസ് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതലും സെലക്ട് ചെയ്യാൻ കഴിയും. അത്തരത്തിൽ സെയിൽസ്, മാർക്കറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയുള്ള സ്കിൽസ് നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ സ്കിൽസ് മാത്രം സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് കഴിവുള്ള മേഖലകൾ മാത്രം സെലക്ട് ചെയ്യുക. അതിനുശേഷം സെൻഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ വരുന്നതായിരിക്കും. പ്ലീസ് സെലക്ട് യുവർ ജെൻഡർ. അപ്പോൾ മെയിൽ, ഫീമെയിൽ, അതേഴ്സ് എന്ന ഓപ്ഷൻ വരും. അപ്പോൾ സ്ത്രീകൾക്കും അപേക്ഷിക്കാൻ കഴിയുന്ന പോസ്റ്റുകൾ തന്നെയാണിത്. അപ്പോൾ നിങ്ങളുടെ ജെൻഡർ ഇത്തരത്തിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത്തരത്തിൽ ജെൻഡർ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ ചോദിക്കും. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളിവിടെ നൽകുക. ഏതാണ് വർഷമെന്ന് നിങ്ങൾ ഈ ഒരു പേജിൽ നിന്ന് ഇത്തരത്തിൽ സെലക്ട് ചെയ്യുക. ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഏജും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇത്തരത്തിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൻഡ് എന്ന ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ വരികയാണ്. വാട്ട് ഈസ് യുവർ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്ന് അവിടെ ചോദിച്ചിട്ടുണ്ട്. ഡിപ്ലോമയാണോ, ഗ്രാജുവേഷൻ ആണോ, പോസ്റ്റ് ഗ്രാജുവേഷൻ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഏതാണെങ്കിൽ നിങ്ങളിവിടെ സെലക്ട് ചെയ്യുക. ഈ ഒരു 3 ഓപ്ഷൻ മാത്രമേ ഇവിടെ നിലവിലുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന പോസ്റ്റിലേക്ക് ഡിപ്ലോമക്കാർക്കും അപേക്ഷിക്കാം എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇതിൽ പറഞ്ഞിരിക്കുന്ന സ്കിൽസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഇവിടെ കാണിക്കുന്ന നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഏതാണോ അത് ഇതിൽ കാണിക്കുന്ന ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ മാത്രം സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾ ഗ്രാജുവേഷൻ സെലക്ട് ചെയ്യുക. അത്തരത്തിൽ അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ കൂടി വരുന്നതായിരിക്കും. ഹാവ് യു കംപ്ലീറ്റഡ് ഓൾ ദി അക്കാദമിക് കോഴ്സസ് ഇൻ ആൾ ഫുൾ ടൈം മോഡ്. നിങ്ങൾ ഫുൾ ടൈം ആയിട്ടാണോ അതോ പാർട്ട് ടൈം ആയിട്ടാണോ നിങ്ങളുടെ അക്കാദമിക് കോഴ്സ് നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്തോ എന്നാണ് ചോദിക്കുക. അപ്പോൾ നിങ്ങളുടെ അക്കാദമിക് കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് നൽകുക. അതായത് പാർട്ട് ടൈം അല്ലാണ്ടാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. വാട്ട് ഈസ് യുവർ ഓവറോൾ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇവിടെ നൽകുക. ഇല്ലെങ്കിൽ നിങ്ങളിവിടെ 0 എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഫ്രഷേഴ്സ് ആണെങ്കിൽ നിങ്ങളിവിടെ 0 എന്ന് ടൈപ്പ് ചെയ്താലും മതി. അപ്പോൾ അത്തരത്തിൽ വീണ്ടും സെൻഡ് നൽകുക. അപ്പോൾ ഇവിടെ വീണ്ടും അടുത്തൊരു ക്വസ്റ്റ്യൻ വരും. വാട്ട് ഈസ് യുവർ റെലവൻറ്റ് എക്സ്പീരിയൻസ് ഇൻ ബാങ്കിങ്. അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഫ്രഷേഴ്സ് ആണെങ്കിൽ 0 എന്ന് തന്നെ നൽകുക. ശേഷം നെക്സ്റ്റ് നൽകുക.
വീണ്ടും അടുത്തൊരു ക്വസ്റ്റ്യൻ ഇത്തരത്തിൽ ഓപ്പൺ ആയി വരും. ലെറ്റ് മീ നോ യുവർ കറന്റ് കമ്പനി. നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നതാണെന്ന് അവർ ചോദിക്കുന്നത്. ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ സ്ഥാപനം നിങ്ങൾക്ക് ഇവിടെ നൽകാം. ഇനി വർക്ക് ചെയ്യാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നില്ല എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ സെൻഡ് വീണ്ടും നൽകാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു ചോദ്യം വീണ്ടും ഓപ്പൺ ആയി വരും. ഓക്കെ, വാട്ട് ഈസ് യുവർ കറന്റ് ഡെസിഗ്നേഷൻ? നിങ്ങളുടെ കറന്റ് ഡെസിഗ്നേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്നവർ നിങ്ങളുടെ കറന്റ് ഡെസിഗ്നേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതുണ്ടെങ്കിൽ അത് നൽകുക. അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ നില്ല എന്ന് തന്നെ ടൈപ്പ് ചെയ്തതിന് ശേഷം സെൻഡ് നൽകുക. ഇത് ഫ്രഷേഴ്സിനുള്ള കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ പറയുന്നത്. ഇനി ഇവിടെ നോക്കുന്നുണ്ട് അനദർ കപ്പിൾ ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് വി വിൽ ത്രൂ വിത്ത് യുവർ ജോബ് ആപ്ലിക്കേഷൻ എന്നാണ് നൽകുന്നത്. വാട്ട് ഈസ് യുവർ കറന്റ് വർക്ക് ലൊക്കേഷൻ? നിങ്ങളുടെ വർക്ക് ലൊക്കേഷനാണ് നിങ്ങൾ അവിടെ ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ലൊക്കേഷൻ വേണമെങ്കിൽ നൽകുക നിങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങളുടെ ഏതാണ് സ്ഥലമെങ്കിൽ നിങ്ങൾ അത്തരത്തിൽ നൽകുക. ഞാൻ ഇപ്പോൾ തൽക്കാലം പാലക്കാട് നൽകുന്നു. ഇത് നിങ്ങളുടെ ലൊക്കേഷൻ നിങ്ങളിവിടെ നൽകുക. അതിന് ശേഷം വീണ്ടും സെൻഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഇവിടെ ചോദിക്കുന്നത് ആർ യു വില്ലിംഗ് ടു വർക്ക് എനിവെയർ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ എവിടെയും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കഴിയുമോ, സാധിക്കുമോ, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും ഷുവർ എന്നുള്ള ഭാഗം തന്നെ ക്ലിക്ക് ചെയ്യുക. വാട്ട് ഈസ് യർ നോട്ടീസ് പീരീഡ്? നിങ്ങൾക്ക് അതായത് അത് കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റിന് എത്ര ദിവസം സമയം വേണം, ഒരു നോട്ടീസ് പീരീഡ് നിങ്ങൾക്ക് എത്ര ദിവസത്തിൽ ആണ് വേണ്ടത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര ദിവസത്തിനോട് ജോയിൻ ചെയ്യുമെന്നുള്ള കാര്യമാണ് ചോദിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾ എത്ര ദിവസത്തിനാണ് നിങ്ങൾക്ക് അത് നൽകുക? ഞാനൊരു 10 days ആണ് ഇവിടെ നൽകുന്നത്. അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. വീണ്ടും അടുത്തൊരു ക്വസ്റ്റ്യൻ ഇത്തരത്തിൽ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇവിടെയാണ് നിങ്ങൾ ലാസ്റ്റ് ആയിട്ട് നിങ്ങൾ ചോദിക്കും സൂപ്പർ പ്ലീസ് അപ്ലോഡ് യുവർ റെസ്യൂം എന്നാണ് നൽകുന്നത്. അപ്പോൾ ഇവിടെയാണ് നിങ്ങളുടെ റെസ്യൂം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഈ ചൂസ് ഫയൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ റെസ്യൂം നൽകിയതിന് ശേഷം നിങ്ങൾ അപ്ലോഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾ ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് ഓരോ പോസ്റ്റിംഗ് ഇത്തരത്തിൽ തന്നെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ലോഗിൻ ചെയ്യാനോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും ഇവിടെ കാണുവാനില്ല. അപ്പോൾ ഓരോ ഏത് പോസ്റ്റിനേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ എല്ലാ സ്റ്റെപ്പ് ഇത്തരത്തിൽ നിരവധി ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിനെല്ലാം നിങ്ങൾ ഇതിൽ നിന്നും സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ അത്തരത്തിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നതുപോലെ ടൈപ്പ് ചെയ്ത് നൽകുകയും ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾക്ക് PDF നിങ്ങളുടെ റെസ്യൂമിൻ്റെ PDF നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വരും. അപ്പോൾ അതാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ അതുകൂടി ഇവിടെ ചൂസ് ഫയൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് സെലക്ട് ചെയ്തതിന് ശേഷം അപ്ലോഡ് എന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾ ഓരോ അപേക്ഷയും സമർപ്പിക്കേണ്ടത്. അപ്പോൾ എന്തായാലും കേരളത്തിൽ വയനാട്, മലപ്പുറം, പാലക്കാട് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഇപ്പോൾ നിലവിൽ ഒഴിവുകളുള്ളത്. മാത്രമല്ല ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ, ഇന്ത്യയുടെ മറ്റ് വിവിധ ഭാഗങ്ങളിലും ഇത്തരത്തിൽ ഒഴിവുകളുണ്ട്. അതാണ് നമുക്കിവിടെ കാണുവാൻ കഴിഞ്ഞത്. തമിഴ്നാട്ടിൽ നിരവധി ഒഴിവുകളുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് വർക്ക് ചെയ്യാൻ താല്പര്യം, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഇത്തരത്തിൽ ഓരോ പോസ്റ്റിന് നേരെയുള്ള ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യുക, വായിച്ച് നോക്കുക. അതിനുശേഷം അത്തരത്തിൽ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്തതിന് ശേഷം അത്തരത്തിൽ ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇതെല്ലാം വായിച്ചതിന് ശേഷം എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ സ്കിൽസ് വേണ്ടത് എന്നുള്ള ക്വാളിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷൻ നൽകിയതിന് ശേഷം ഇവിടെ റൈറ്റ് സൈഡിൽ അപ്ലൈ എന്നൊരു ബട്ടൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾ ഓരോ പോസ്റ്റിലേക്കും അപേക്ഷിക്കേണ്ടത്. അപ്പോൾ അതാണ് ഇവിടെ ESAF സ്മാൾ ഫൈനാൻസ് ബാങ്ക് കരിയേഴ്സ് എന്നൊരു പേജിൽ നിന്നാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇത്തരത്തിൽ ജോബ് ഓപ്പണിംഗ്സ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പേജ് തന്നെയാണ് വരിക. അപ്പോൾ ഇത്തരത്തിൽ തന്നെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. എന്തായാലും ഈ ഒരു പേജിൻ്റെ ഈ ഒരു ESAF വെബ്സൈറ്റ്, ഈ ഒരു ESAF സ്മാൾ ഫൈനാൻസ് ബാങ്കിൻ്റെ ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ലിങ്ക് ഞാൻ താഴെ നൽകാം. ഇതൊരു കരിയർ പേജാണ്, ESAF കരിയറിൻ്റെ. എന്തായാലും ഈ ഒരു പേജിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. മാത്രമല്ല ഈ പറയുന്ന ESAF സ്മാൾ ഫൈനാൻസ് ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ നൽകാം. അതിൽ നിന്ന് നിങ്ങൾ കരിയർ എന്നൊരു ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലാണ് നിങ്ങൾ ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കുന്നത്. എന്തായാലും റീറ്റെയിൽ ആസറ്റ്, ബ്രാഞ്ച് ബാങ്കിങ്, അഗ്രി ബിസിനസ് തുടങ്ങിയിട്ടുള്ള വിവിധ സെക്ടറുകളിലായിട്ട് നിരവധി ഒഴിവുകളാണ് ഇന്ത്യയിലൊട്ടാകെയുള്ളത്. അത് കേരളത്തിലും തമിഴ്നാട്, ബാംഗ്ലൂർ തുടങ്ങിയിട്ടുള്ള മേഖലകളിലാണ് കൂടുതൽ ഒഴിവുകൾ ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ എന്തായാലും കേരളത്തിൽ പാലക്കാട്, വയനാട്, മലപ്പുറം തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഒഴിവുള്ളത്. എന്തായാലും നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്ത പോസ്റ്റുകളുമുണ്ട്. സെയിൽസ് ഓഫീസർ ട്രെയിൻ ചെയ്യുന്ന പോസ്റ്റിന് എക്സ്പീരിയൻസ് ആവശ്യമില്ല. ഇനി എക്സ്പീരിയൻസ് ആവശ്യമുള്ള പോസ്റ്റുകളുമുണ്ട്. അപ്പോൾ എന്തായാലും സെയിൽസ് അത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് നിലവിൽ റിക്രൂട്ട്മെന്റ് നടത്താൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് അനുസരിച്ചുള്ള പോസ്റ്റുകളിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക. ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ സുഹൃത്തുക്കൾക്ക് ഡിഗ്രി, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന സെയിൽസ് ഓഫീസർ ട്രെയിൻ ചെയ്യുന്ന പോസ്റ്റിലേക്ക് ഡിപ്ലോമക്കാർക്കും അപേക്ഷിക്കും. കാരണം ആ ഒരു ചാറ്റിൻ്റെ ബോക്സിൽ ഡിപ്ലോമ എന്ന് അവിടെ നൽകിയിരുന്നു. അപ്പോൾ എന്തായാലും അത്തരത്തിൽ ട്രെയിനി പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ് ആവശ്യമില്ല. പക്ഷേ നിങ്ങൾക്ക് സെയിൽസിലും മറ്റ് കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് നല്ല പ്രാവീണ്യം ഉണ്ടായിരിക്കണം എന്നുള്ളൊരു അതിൻ്റെ ഒരു സ്കിൽസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണമെന്നാണ് ഇവിടെ നൽകിയത്. എന്തായാലും എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പോസ്റ്റുകളുടെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. എന്തായാലും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. മാത്രമല്ല ഇനിയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഈ ഒരു ചാനലിൻ്റെ ഹൈഫൈ ജോബ്സ് എന്ന് പറയുന്ന ഈ ഒരു ചാനലിൻ്റെ ഫേസ്ബുക്ക്, ടെലഗ്രാം, ഷെയർ ചാറ്റ് പേജുകളിലേക്കുള്ള ലിങ്ക് കൂടി താഴെ നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ അതിലും ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ അതിലും നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷനിൽ പറയാനുള്ളത്. ക്വാളിഫിക്കേഷനിൽ എല്ലാവരും അപേക്ഷിക്കുക. ക്വാളിഫിക്കേഷനുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.